പ്രവാസികൾ നാടിന്റെ നട്ടെല്ല് തന്നെയാണ്. പ്രവാസികളും അവരുടെ ധനവും കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയുടെ നെടും തൂണാണ്. ലക്ഷക്കണക്കിന് പ്രവാസികൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തു വരികയാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളിൽ. കൊറോണ നൽകിയ ബുദ്ധിമുട്ടുകളിൽ ഉഴലുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നാം നടിക്കരുത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്ന 2.12 മില്യൺ മലയാളികളിൽ 89.2% ഉള്ളത് ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങളിലാണെന്നാണ് 2018 DCS കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 3 പ്രവാസികളിൽ ഒരാൾ എന്ന അനുപാതത്തിൽ UAE-യിലേക്കാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ കുടികയറിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ 15, 2020 രാജ്യസഭയിൽ നൽകിയ കണക്കുകൾ പ്രകാരം കോവിഡ് മൂലം മടങ്ങിയെത്തിയ 14,51,084 ഇന്ത്യക്കാരിൽ 62.92% അതായത് 8,84,182 ഇന്ത്യക്കാരും GCC രാഷ്ട്രങ്ങളിൽ നിന്നുമാണ് എത്തിയത്. GCC രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ ഇന്ത്യൻ പ്രവാസികളുടെ 21.45% കേരളത്തിൽ നിന്നുള്ളവരുമാണെന്നും കാണുവാൻ സാധിക്കും. ബഹ്റൈൻ 12,726, കുവൈറ്റ് 14,541, ഒമാൻ 30,545, സൗദി അറേബ്യ 34,058, ഖത്തർ 27,445, UAE 70,329 എന്നിങ്ങനെയാണ് GCC രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ കേരള പ്രവാസികളുടെ കണക്കുകൾ എന്നത്. കേരളത്തിൽ നിലവിൽ തിരികെ എത്തിയ പ്രവാസികളെ രണ്ടായി തരംതിരിച്ചാൽ തന്നെ അതിൽ ആദ്യത്തേത് മഹാമാരിയുടെ വ്യാപനത്തിനിടയിൽ നാട്ടിലേക്ക് തിരികെ വന്ന പ്രവാസികളാണ്. ഇവർ ജോലി ചെയ്തു വന്ന ചെറിയ റെസ്റ്റോറന്റുകൾ, വർക്ക്ഷോപ്പുകൾ, മെയിന്റനൻസ് കമ്പനികൾ, കഫറ്റീരിയകൾ, ഹോട്ടലുകൾ തുടങ്ങി മലയാളികൾ നടത്തിയിരുന്ന നിരവധി ചെറുകിട ഗൾഫിലെ വ്യവസായ സ്ഥാപനങ്ങൾ ലോക്ഡൌണിനെ തുടർന്ന് അടച്ചുപൂട്ടിയിരുന്നു. ബിസിനസ് തകിടം മറിഞ്ഞതുമൂലം തങ്ങളുടെ തൊഴിലാളികളുടെ ശമ്പളം, വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ബില്ല്, കെട്ടിട വാടക തുടങ്ങിയ ചെലവുകൾ വഹിക്കുകയെന്നത് ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന മിക്ക തൊഴിലാളികളും ഇതുമൂലം ശമ്പളമില്ലാതെ കുടുങ്ങുകയും മടങ്ങിവരാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഇവരിൽ പലരും വന്ദേ ഭാരത് പദ്ധതിയിലൂടെ നാട്ടിലേക്ക് വന്നത് പ്രവാസി സംഘടനകൾ ടിക്കറ്റ് ഉൾപ്പെടെ നൽകുന്ന സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. ഈ സഹായത്തിൽ ഉൾപ്പെടാതെ പോയ ചില പ്രവാസികളാട്ടെ നാട്ടിൽ നിന്നും പണം വരുത്തിയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കോവിഡിന്റെ വ്യാപനത്തിന് മുൻപേ തന്നെ ലീവിന് നാട്ടിൽ വരികയും എന്നാൽ മടങ്ങിപ്പോകാൻ കഴിയാതെ പോയ പ്രവാസികളാണ് രണ്ടാമത്തെ വിഭാഗം എന്നത്. ഇവരുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. കാരണം കുറച്ചു ദിവസത്തെ ലീവിൽ നാട്ടിലെത്തിയവർക്ക് പൊടുന്നനെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഭാവി ചോദ്യചിഹ്നമായി തന്നെ മാറും. മാത്രമല്ല, നിലവിലെ ലോൺ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നതിനുള്ള ആശങ്കയും നിരാശയുമാണ് ഇവർ പങ്കുവച്ചത്. എന്നാൽ അവിടെയും സങ്കീർണതകൾ അവസാനിക്കുന്നില്ല. വിസ പുതുക്കി നൽകി തങ്ങളുടെ പഴയ തൊഴിലാളികളെ വീണ്ടും ജോലിയിൽ തിരികെ കയറ്റുന്നതിൽ നിന്നും കമ്പനികളെ പിന്തിരിപ്പിക്കുന്നത് ടേൺ ഓവറിലുണ്ടായ കുറവ് മാത്രമല്ല, പുതുതായി ഒരു തൊഴിലാളിയെ നിയമിക്കുന്നതാണ് പഴയ തൊഴിലാളിയെ തിരികെ കൊണ്ടുവരുന്നതിനേക്കാൾ കമ്പനികൾക്ക് ലാഭം എന്നത് കൂടി കൊണ്ടാണ്. കാരണം പുതിയ നിയമനത്തിന് നൽകേണ്ടി വരുന്ന അടിസ്ഥാന ശമ്പളം പഴയ തൊഴിലാളികളെക്കാൾ കുറവാണ് എന്നതാണ്. അതിനാൽ തന്നെ തൊഴിൽ മുൻപരിചയം നിർബന്ധമല്ലാത്തതുമെല്ലാം പുതിയ തൊഴിലാളികളെ നിയമിക്കപ്പെട്ടേക്കാം. എന്നാൽ കോവിഡ് പ്രതിസന്ധിയടക്കം ചില കമ്പനികൾ നാട്ടിൽ കുടുങ്ങിയ അവരുടെ ജീവനക്കാരെ തിരികെ ജോലി സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ജൂലൈ 9, 2021 ഉത്തരവ് പ്രകാരം സൗദി അറേബ്യ കാലാവധി കഴിഞ്ഞ വിസയ്ക്ക് ഓട്ടോമാറ്റിക് റിന്യൂവൽ ജൂലൈ 31 വരെ അനുവദിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ നാൾ മുതൽ തന്നെ കാലാവധി അവസാനിച്ച വിസകളും ഈ ഇളവിന്റെ പരിധിയിൽ വരുമോ എന്ന് വ്യക്തമല്ല. ഇത് പ്രശ്നത്തിന്റെ സങ്കീർണത വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചെത്തിയ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ആദ്യത്തേത് ഉയർന്ന യാത്രാ ചെലവ് തന്നെ. മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി നോക്കുന്ന സൗദി അറേബ്യ തന്നെ എടുക്കാം. കോവിഡ് വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തോടെ സൗദി അറേബ്യ ഫെബ്രുവരി 2019 മുതൽ തന്നെ UAE, ജർമ്മനി, US, UK, ദക്ഷിണാഫ്രിക്ക, ഫ്രാൻസ്, ഈജിപ്ത്, ലെബനൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അർജന്റീന, ബ്രസീൽ, ഇന്തോനേഷ്യ, അയർലൻഡ്, ഇറ്റലി, ജപ്പാൻ, പോർച്ചുഗൽ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ടർക്കി തുടങ്ങിയ 20 രാജ്യങ്ങളിൽ നിന്നുമുള്ള നേരിട്ടുള്ള സൗദി യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. കേരളത്തിൽ നിന്നും തിരികെ സൗദിയിലെത്തണമെങ്കിൽ തന്നെ പ്രവാസികൾ സൗദി അറേബ്യ അംഗീകരിച്ച ഗ്രീൻ ലിസ്റ്റഡ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞത് 15 ദിവസം ക്വാറന്റീനിൽ കഴിഞ്ഞിരിക്കണം. തിരികെ പോയ പ്രവാസികൾ നൽകിയ വിവരമനുസരിച്ച് 1,37,000 രൂപയോളമാണിത് ചിലവ് വേണ്ടിവരുന്നത്. മാത്രമല്ല, ഇതിനുശേഷം സൗദിയിലെത്തി 7 ദിവസത്തെ മുന്നേ കൂട്ടി പണമടച്ചുള്ള നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ കഴിയണം. 2021 മെയ് മാസം 20 സൗദി അറേബ്യ ഇറക്കിയ ഉത്തരവ് പ്രകാരം 7 ദിവസത്തെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീന്റെ ചിലവ് വിമാന ടിക്കറ്റിൽ ഉൾപ്പെടുത്തി മുന്നേ കൂട്ടി ഈടാക്കേണ്ടതാണ്. ഇത് ഏകദേശം 300 മുതൽ 350 US ഡോളറാണ്. അതായത് ഏകദേശം 26,000 രൂപ. ചുരുക്കത്തിൽ ഒരു മലയാളി തിരികെ സൗദിയിലെത്താൻ
1,63,000 രൂപയോളം ചിലവാക്കേണ്ടതുണ്ട്. നൈപുണ്യശേഷിയിലും വിദ്യാഭ്യാസത്തിലും പിന്നോക്കം നിൽക്കുന്നവരാണ് തിരികെ എത്തിയ മലയാളികൾ ബഹുഭൂരിപക്ഷവും. ആയതിനാൽ തന്നെ ഇത്രയും ചിലവ് വഹിച്ചുകൊണ്ട് തിരികെ പോകുക എന്നത് അവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. വിസയുടെ കാലാവധി തീർന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയ വിസ ലഭിക്കുക എന്നതും അതിനുവേണ്ടി വരുന്ന ചിലവ് കണ്ടെത്തുക എന്നതും അവിടെ എത്തി പുതിയ ജോലി അന്വേഷിച്ച് കണ്ടെത്തുക എന്നതും വലിയ വെല്ലുവിളി തന്നെ. സൗദിയിലേക്ക് പുതിയ വിസ ലഭ്യമാണെങ്കിൽ തന്നെയും അതിനുവേണ്ടി വരുന്ന 1 ലക്ഷം രൂപ കൂടി യാത്രാ ചിലവായി 1,63,000 രൂപയോട് ചേർന്നാൽ ഒരു മലയാളിക്ക് തിരികെ സൗദിയിലെത്താൻ 2,60,000 രൂപ സംഘടിപ്പിക്കേണ്ടി വരും. വരുമാനം വീട്ടിലെ ചിലവിന് മാത്രം തികയുന്ന ഒരു പ്രവാസിയുടെ സാമ്പത്തിക നീക്കിയിരിപ്പ് പൂജ്യമായിരിക്കുമെന്നിരിക്കെ ഈ പണം സംഘടിപ്പിച്ച് മടങ്ങിപ്പോകുക എന്നത് ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, പുതിയ വിസയിൽ അവിടെ എത്തി ജോലി ലഭിക്കുമോ എന്ന അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുമുണ്ട്. ഇത്തരം സങ്കീർണതകൾ നിലനിൽക്കെ പ്രവാസികളുടെ ഏക ആശ്രയം സർക്കാർ തന്നെയാണ്. ഇതിനൊരു തീരുമാനം കണ്ടെത്തുക എന്നത് സർക്കാരിന്റെ കൂടി കടമയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.